എവിടെയായിരുന്നു പണി? എന്തൊരു കഷ്ടാണ് എന്റെ പരീക്കുട്ടി, ആകെ പലഞ്ഞു ഞാൻ. ചേട്ടാ ഒരു കല്യാണം കിട്ടി ചുറ്റിത്തിരിയായിരുന്നു. ഞങ്ങൾക്ക് ഇവനെ കണ്ടതായിട്ടൊരു തോന്നല് അങ്ങനെ ഫേസ്ബുക്കിൽ ആ പോസ്റ്റിനെ കുറിച്ച് ഓർമ്മ വന്നു. അപ്പൊ തന്നെ എനിക്ക് പൊക്കി കൊണ്ടുവന്നു. എന്റെ പൊന്ന് ചങ്ങാതി, ഇവൻ കല്യാണത്തിന് പോയതാണ് ഇവന്റെ അമ്മയുടെ കൂടെ. ചേട്ടാ അത് ഞങ്ങൾ അറിയുന്നില്ലല്ലോ. ഞങ്ങൾ ആ പോസ്റ്റ് കണ്ടോണ്ടല്ലേ ഞങ്ങൾ എന്താ കാര്യം എന്നറിയാം മാഷേ, ഇവനെ ഇപ്പൊ കാണാണ്ടായി എന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. കാണാണ്ടായി പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കിട്ടിയിട്ട് കൊറേ ആയി. പിന്നെ ഈ ആൾക്കാർ കാണുന്നോടത്തുനിന്നൊക്കെ അവനങ്ങനെ പിടിച്ചോണ്ടിരിക്കണേ. ഇപ്പൊ എന്താ നമ്മളിപ്പോ എന്താ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ചെക്കനെ ഇതുവരെ കൊണ്ടുവന്ന പെട്രോളിന്റെ പൈസ വന്നിട്ട് പോയാൽ പെട്രോളിന്റെ പൈസ പെട്രോളിന്റെ പൈസ ഞാൻ കുറെ ആളുകൾക്ക് കൊടുത്തു. മടുത്തു ഞാൻ. പെട്രോളിന്റെ പൈസ ഇല്ല, ഒന്നുമില്ല. അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയില്ലെന്ന് പറഞ്ഞാല് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. പെട്രോളിന്റെ പൈസ തന്നേ പറ്റൂ. എന്റെ കയ്യിൽ പൈസ ഇല്ലാതെ അങ്ങനെ പറയല്ല. അവരൊരു സഹായം ചെയ്തല്ല, അവർക്ക് ഇപ്പൊ അറിയില്ലല്ലോ. എന്തെങ്കിലും കൊടുത്ത് വിടുക. അല്ല തന്നില്ലെങ്കിൽ ഈ ചെക്കൻ നമ്മൾ അങ്ങനെയൊന്നും പറയല്ല. നിങ്ങളൊരു മര്യാദ കാണിച്ചിട്ട് പിന്നെ അത് മോശമാക്കണ്ട. അല്ല പെട്രോളിന്റെ പൈസ തന്നേ പറ്റൂ. പെട്രോളിന്റെ പൈസ 250 രൂപ. 250 ഉറുപ്പിക ആ കല്യാണം നിങ്ങടോ? അതെ, ആകെ 200 റുപ്യ ഉണ്ട് എന്റെ അടുത്ത്. 200 റുപ്യ ഞാനും മാത്രമേ ഉള്ളൂ. 200 രൂപ? 50 രൂപ തരും. 50 രൂപ ഇല്ല ചേട്ടാ. അത് കച്ചവടമൊന്നും അല്ലല്ലോ, നിങ്ങളിപ്പോ ഒരു സഹായം ചെയ്തല്ലേ. മേലെ ഇങ്ങനത്തെ പോസ്റ്റ് എടുത്തിടല്ലേ? ആ പറ്റിപ്പോയി. അപ്പൊ നിന്നെ പിടിക്കണ സമയത്ത് നിനക്ക് പറഞ്ഞോടച്ചക്ക. അപ്പൊ ബിരിയാണി കഴിക്കാൻ പോയതാ. അപ്പൊ ഇവര് പിടിച്ചോണ്ടെന്ന്. അനക്ക് അമ്മയുടെ അടുത്ത് നിന്നാ പോരെ, അവരുടെ ഒപ്പം ഇരുന്ന് കഴിച്ചാ പോരെ. അപ്പൊ അമ്മ പറയൂലേ? അപ്പൊ ഞാൻ ബിരിയാണിയിൽ കൈയിട്ടല്ല, അപ്പത്തിന് അവര് ഇങ്ങനെ പിടിച്ചോണെന്ന് വാടാന്ന് പറഞ്ഞ് പിടിച്ചോണെന്ന്. ഇപ്പൊ ചോറ് നിന്നിട്ടില്ലേ? ഇല്ല. നന്നായി. ഇപ്പൊ മല്ലികഞ്ഞി ഇപ്പൊ അവിടെ ടെൻഷൻ അടിച്ച് നിൽക്കണ്ടാവും. വല്ലാത്തൊരു കഷ്ടാണ്.